ചേച്ചി 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 ഇവിടെ ആരും ഇല്ലേ? ചേച്ചി പപ്പടം വേണോ? ചേച്ചി ഇവിടെ ആരും ഇല്ലേ? എന്താ മോളെ? ചേച്ചി ഞാൻ പപ്പടം വിൽക്കാൻ വന്നതാണേ. ഒരു സെറ്റ് 50 രൂപ. മോളെ വേണ്ട. അയ്യോ ചേച്ചി അങ്ങനെ പറയല, 50 രൂപയല്ലേ ഉള്ളൂ ചേച്ചി. വേണ്ട മോളെ, 50 രൂപയൊന്നും എടുക്കാനില്ല, അതുകൊണ്ടാ. അയ്യോ ചേച്ചി അങ്ങനെ പറയല, 50 രൂപയല്ലേ ഉള്ളൂ. വേണ്ടാത്തത് കൊണ്ടാ മോളെ. ചേച്ചി എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരാം. അതിനെന്താ, മോളകത്ത് കയറുക? ഇല്ല ചേച്ചി ഞാൻ കുഴപ്പമില്ല, ഇവിടെ ഇരുന്നു. വേണ്ട, കേറുക. വേണ്ട, നല്ല ചൂടല്ലേ, കേറിയിരിക്കേ, വാ. മോളിവിടെ ഇരിക്കും, ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. മോളെ മോളുടെ വീട് എവിടെയാ? എന്റെ വീട് മാവേലിക്ക്. വീട്ടില് വേറെ ആരും ഇല്ലേ? ചേച്ചി ഞാനും അമ്മയും പിന്നെ വയ്യാതെ കിടക്കുന്ന ഒരു അച്ഛനാണ്. അല്ല, ഇത്രയും വെയിലത്ത് ഈ പപ്പടമൊക്കെ കൊണ്ടുനടന്ന് വിൽക്കുന്നത് ഒന്ന് ചോദിച്ചാ. അച്ഛന് മരുന്നിന്റെ ചെലവും എന്റെ പഠിത്ത ചെലവെല്ലാം കൂടെ നല്ലൊരു ചെലവുണ്ട് വീട്ടില്. അപ്പൊ അവധിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ പപ്പടം വിൽക്കാനാണ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണോ ഇത്? അതെ, ഞാനും അമ്മയും കൂടെ ഉണ്ടാക്കുന്നു. മോൾ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല ചേച്ചി, സത്യം പറഞ്ഞാൽ ഞാനൊരു വിഷു എന്നുള്ള കാര്യം വിട്ടുപോയി. കടയൊന്നും തുറന്നില്ല, രാവിലെ ഇറങ്ങിയതാ വീട്ടിൽ. മോളെ, ഇവിടെ കഞ്ഞി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, അത് തന്നാ കഴിക്കുവോ? ചേച്ചിക്ക് ബുദ്ധിമുട്ടില്ല, എനിക്ക് നല്ല വിശപ്പുണ്ട്. ചേച്ചിക്ക് ബുദ്ധിമുട്ടില്ല, എനിക്ക് കുഴപ്പമില്ല. ഞാൻ കഞ്ഞി എടുത്തിട്ട് വരാം, മോളിവിടെ ഇരിക്കേ. നല്ല വിശപ്പുണ്ടായിരുന്നല്ലേ? കുടിക്ക്, കഞ്ഞി വേണമെങ്കിൽ ഇനിയും തരാം. സത്യം പറഞ്ഞാൽ നല്ലൊരു ഫുഡ് കഴിച്ചിട്ട് കുറേ നാളായി. മോളുടെ വീട്ടിലേനേക്കാളും കഷ്ടം പിടിച്ച അവസ്ഥയാണ് ഇവിടെ. ചേട്ടൻ കിടപ്പിലായതിനു ശേഷം ഇവിടെ അങ്ങനെ വലുതായിട്ടൊന്നും വാങ്ങിക്കാറൊന്നുമില്ല. ചേട്ടൻ എന്ത് പറ്റിയതാ? ചേട്ടൻ പണിക്ക് പോയപ്പോൾ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് പരിക്ക് പറ്റിയത് നമ്മളെ. 3 വർഷമായിട്ട് കിടപ്പില. ഇന്ന് വിഷുവായിട്ട് ഇവിടെ കണി വെക്കാൻ പോലും ഒന്നും ഉണ്ടായിട്ടില്ല. ദിവസവും കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുന്നുണ്ട് ഭഗവാനെ. ഭഗവാൻ കണ്ണ് തുറക്കുമ്പോൾ തുറക്കട്ടെ. എല്ലാം ഭഗവാന്റെ പരീക്ഷണമല്ലേ മോളെ, ഇതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. എനിക്ക് ചേട്ടനെ ഒന്ന് കാണാൻ പറ്റുമോ ചേച്ചി? അതിനെന്താ മോളെ, വാ കാണാലോ. ചേട്ടാ, ഒരു കുട്ടി കാണാൻ വന്നിരിക്കുന്നു. മോള് കുറച്ചു നേരമായി വന്നിട്ടില്ലേ? ഞാൻ കേട്ടായിരുന്നു അപ്പുറത്തെ സൗണ്ടൊക്കെ. കഞ്ഞിയെ കുടിച്ചായിരുന്നോ? മോള് കണ്ടില്ല, ഇതാണ് എൻ്റെ അവസ്ഥ. കാണാത്ത ഡോക്ടർമാരില്ല, ചെയ്യാത്ത വഴിപാടുകളില്ല. ഭഗവാൻ കണ്ണു തുറക്കുമ്പോൾ തുറക്കട്ടെ. എല്ലാം അദ്ദേഹത്തിൻ്റെ ഓരോ പരീക്ഷണങ്ങളല്ലേ. ചേട്ടാ, ചേട്ടൻ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. ചേട്ടൻ ചേച്ചിയും പറഞ്ഞ പോലെ ഇതെല്ലാം ഭഗവാന്റെ പരീക്ഷണമാണ്. എല്ലാത്തിനും ഒരു സമയമുണ്ട്. നിങ്ങൾ രണ്ടുപേരും ദൈവത്തിനെ ശരിക്കും മുറുകെ പിടിച്ചു, എല്ലാം ശരിയാവും. ചേട്ടാ, ദേ ചേട്ടനെ കാണാനായിരുന്നു. മോളെ, എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ. ചേട്ടാ, ചേട്ടാ, ഞാൻ മറന്നില്ലേ, ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേട്ട്. ചേട്ടാ, ചേട്ടന് എണീറ്റ് നടക്കാൻ പറ്റും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. കൃഷ്ണ ഗുരുവായൂരപ്പ. ചേട്ടൻ എഴുന്നേക്കാൻ പറ്റും, ഒന്ന് എഴുന്നേറ്റ് നോക്കി, എനിക്ക് ഉറപ്പാ.
ചേച്ചി ചേട്ടനെ ഒന്ന് പിടിച്ചേ. ഇനി ചേട്ടൻ ആ കട്ടിലേന്നൊന്ന് ഇറങ്ങിയിട്ട് ഇന്ന് നോക്കിയേ. അയ്യോ മോളെ അത് പറ്റില്ല, ഒറ്റയ്ക്ക് ഇറങ്ങിയ വീണ് പോവും. ആര് പറഞ്ഞു പറ്റില്ലെന്ന്? ചേട്ടനെ കൊണ്ട് ഇത്രയും പറ്റിയില്ലേ? ഒന്ന് നോക്കി. ഞാനല്ലേ പറയുന്നേ, വീണ ഞാൻ പിടിച്ചോളാം. കൃഷ്ണ ഗുരുവായൂരപ്പ. ഞാൻ പറഞ്ഞില്ലേ ചേട്ടനെ കൊണ്ട് പറ്റൂന്ന്. ചേട്ടൻ ഇപ്പൊ എന്നാ തോന്നുന്നേ? എനിക്കെൻ്റെ ഭഗവാനെ ഒന്ന് കണ്ടു തൊഴണം. ഇവിടെ പൂജാമുറി എവിടാ ചേച്ചി? പുറത്താ മോളെ. ബാ ചേട്ടാ. ഉം.